ഫ്രണ്ട്സ്, ക്രേസി ജ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെയാണ്. നല്ല വരിക്കച്ചക്കയും കൊണ്ടുള്ള നല്ലൊരു ചക്കയുടെ അട ഉണ്ടാക്കാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക കുരുവൊക്കെ കളഞ്ഞ് നമ്മളതിനെ ചെറിയ സ്ലൈസ് ചെയ്ത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ചോപ്പർ മെഷീൻ വെച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അട ഉണ്ടാക്കാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇല കഴുകി വൃത്തിയാക്കി വാട്ടിയതാണ്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ തേച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. 3 തേങ്ങ ഇവിടെ എടുത്ത് നമ്മൾ ചിരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗോതമ്പൊടിയിലാണ് ഇന്ന് അട ഉണ്ടാക്കാൻ നോക്കുന്നത്. അതിനാവശ്യമായ ഗോതമ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് നമ്മളിവിടെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഉണ്ട ശർക്കരയാണ്. ഇതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് അടുത്തുണ്ടാവും. നമുക്ക് ചക്കയ്ക്ക് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് 1/2 കിലോ ശർക്കര മതിയാവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്കത് നല്ല രീതിയിലൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം നമ്മുടെ ഗോതമ്പ് മാവ് ഇതേപോലെ പരുവത്തിലായിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇലയിലൊന്ന് പരത്തിയെടുക്കാം. തീരെ കനം കുറച്ച് വേണം ഇത് പരത്താൻ. എങ്കിലേ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ ചക്കയും തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് നമുക്കിത് മടക്കിയെടുത്ത് വെക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ പരത്തുന്നത് നൈസായിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ ഇലയിലെല്ലാം മാവ് പരത്തി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് തേങ്ങാപ്പീര ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ചക്ക എല്ലാ ഇലയിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര, തേങ്ങ, ജീരകം എന്നിവ ചേർത്ത മധുരം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇലയിലെല്ലാം നമ്മൾ ശർക്കരയും തേങ്ങയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മടക്കി വെക്കാം. നമ്മൾ ഗോതമ്പ് കൂടാതെ അല്പം അരിപ്പൊടി കുഴച്ച് മാവിനകത്തും ഇതേപോലെ ചക്കയുടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അട ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പാത്രമാണ്. അതിൽ അല്പം വെള്ളം ഒഴിച്ച് ഒരു കിഴുത്ത പാത്രം നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അട അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ അടയെല്ലാം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ചത് അടച്ചു വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം തുറന്നു നോക്കാം. ഏകദേശം ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.